ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഗലാറ്റി സീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷമിച്ച് കിടക്കുന്ന അച്ഛൻ്റെ അരികിലേക്ക് ചെന്ന് കൃഷ്ണ അച്ഛാന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് മകളെ വിളിച്ച് അടുത്തിരുത്തുവാണ് ബാലൻ്റെ കയ്യിൽ നിന്ന് പോയി ഒരു സെക്കൻഡ് നേരത്തേക്ക് എല്ലാം കൂടി. അപ്പോൾ ആ നേഴ്സ് കൊണ്ടുപോയി കസേരയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ കൃഷ്ണ വന്ന് അവിടെ ഇരുന്നു. കൃഷ്ണ വന്നിരുന്നപ്പോൾ അച്ഛൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് സങ്കടത്തോടെ ഇരുന്ന് കരയും കേട്ടോ. അപ്പോൾ മകളിരുന്ന് കരയുന്നത് കണ്ടപ്പോഴത്തേക്കും അദ്ദേഹത്തിന് സഹിച്ചില്ല. അങ്ങനെ അദ്ദേഹം മകളെ നോക്കി ഇങ്ങനെ ചെറു പുഞ്ചിരിയോടെ ഇരിക്കുക. അപ്പോൾ അച്ഛനും മോളും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മനസ്സുകൊണ്ട് സങ്കടപ്പെട്ടും ചിരിച്ചുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോള് വിഷമിക്കണ്ട, അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുക കൊച്ചിനെ. അന്നേരം സങ്കടപ്പെടണ്ട, നീ എന്തിനാ കരയുന്നേ, ഞാൻ എഴുന്നേറ്റ് വരുന്നേ, ദേ നോക്ക് ഇപ്പം തന്നെ ഓക്കെ ആയി, എന്താ കുഴപ്പം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കൃഷ്ണയ്ക്ക് ഭയങ്കര കരച്ചിൽ. മോൾ എന്തിനാ ഇങ്ങനെ കരയണേ എന്നൊക്കെ ചോദിച്ചു. അച്ഛനെ കാണാൻ അച്ഛൻ്റെ മോള് വന്നല്ലോ, അച്ഛൻ ഒത്തിരി സന്തോഷമായി എന്നൊക്കെ പറയുവാണ്. അതല്ലേ അച്ഛൻ ഏറ്റവും വലുതെന്നും ബാലൻ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇന്നലത്തെയും അതിൻ്റെ മുന്നിലത്തെയും പ്രശ്നങ്ങളും പിശാചുകളും ഒക്കെ അവിടെ കിടക്കട്ടെ, അതിനെപ്പറ്റി എൻ്റെ മോള് പറയിടാവണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അലീന ചേച്ചിയാണോ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞു. ബാലനൊന്ന് മൂളി. അതേന്ന് പറഞ്ഞു. പിന്നെ അതും വലിയൊരു തെറ്റായി പോയി എന്ന് അദ്ദേഹം പറയുമ്പം അമ്മയ്ക്ക് അച്ഛനെ കാണണമായിരുന്നു, നേഴ്സ് സമ്മതിച്ചില്ല എന്ന കാര്യം പറയുവാണ്. അച്ഛനെ കാണാൻ ഇഷ്ടമല്ല എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, മോളെ അച്ഛന് ടെൻഷൻ പാടില്ല എന്നും ഡോക്ടർ അത് പ്രത്യേകം ഉപദേശിച്ചിട്ടുള്ളതാണെന്നും പറഞ്ഞു. സന്തോഷം മാത്രമേ പാടുള്ളൂ എന്ന്. അപ്പോൾ മോള് വന്നത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് അച്ഛൻ മോളോട് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി പോയി എന്ന് പറയുമ്പോഴത്തേക്കും അമ്മയുടെ സങ്കടം തീർക്കണമെങ്കിൽ വിളിക്ക്, വന്ന് കാണട്ടെ ഈ കിടപ്പ് എന്ന് പറഞ്ഞ് ബാലൻ എല്ലാം കൂടെ വലിച്ചു പറിക്കാൻ നോക്കുക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അങ്ങോട്ട് ചെല്ലാവെന്നും പറഞ്ഞ് ഏക്കാൻ നോക്കുമ്പോൾ സാർ അനങ്ങല്ലേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ വന്ന് പിടിക്കുക. അപ്പോൾ കൃഷ്ണയും അപ്പോൾ തീരട്ടെ അവളുടെ സങ്കടം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക അദ്ദേഹം. അപ്പോൾ പ്ലീസ് സാർ എന്നും പറഞ്ഞു. അച്ഛ പ്ലീസ് കിടക്കച്ചാന്നും പറഞ്ഞ് കൃഷ്ണ ഭയങ്കര കരച്ചിൽ. സാർ റിലാക്സ് ചെയ്യുക സാർ പ്ലീസ് സാർ എന്നും പറഞ്ഞുകൊണ്ട് നേഴ്സ് ഇങ്ങനെ യാചനയോടെ സംസാരിക്കുക. അപ്പോഴേക്ക് ECGയിലൊക്കെ വേരിയേഷനും കാര്യങ്ങളൊക്കെ വന്നു. പെട്ടെന്ന് കൃഷ്ണയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ അവിടെ നിന്ന്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കൊച്ചു നിൽക്കുക കേട്ടോ. അതിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛാ ഞാൻ വെറുതെ പറഞ്ഞതാ, വേണ്ട അച്ഛനമ്മയെ കാണണ്ട, എൻ്റെ അച്ഛനമ്മയെ കാണണ്ട എന്ന് പറഞ്ഞ് കൊച്ചു ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്കും ബാലനും ഭയങ്കര ഇതായിപ്പോയി കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോഴേക്കും. അങ്ങനെ നമ്മുടെ കൃഷ്ണ ഇങ്ങനെ സങ്കടത്തിൽ അച്ഛൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്കും മരുന്ന് കൊണ്ടുവന്ന് നേഴ്സ് കൊടുത്തു. പിന്നെ കൃഷ്ണ മരുന്ന് മേടിച്ച് അച്ഛന് കൊടുക്കുന്നു. അങ്ങനെ മരുന്നൊക്കെ അച്ഛന് കൊടുത്തിട്ട് കൃഷ്ണ അച്ഛൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും ബാലൻ കുറച്ചൊന്ന് ഓക്കെ ആയി. മകളാണെങ്കിൽ അച്ഛൻ്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് അങ്ങനെ ഇരിക്കുന്നു. അച്ഛനിത് എന്താ പറ്റിയെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗംഗേട്ടനും മാലതിയേട്ടത്തെയും കൂടെ നാട്ടിലേക്ക് വരിക. അപ്പോൾ വണ്ടി ഓടിക്കുന്നത് മാലതിയേട്ടത്തിയാണ്. തനിക്ക് ഉറക്കം വരുന്നുണ്ടോ എന്ന് ഭർത്താവ് ചോദിക്കുമ്പം നല്ല ക്ഷീണം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. കാറ് സൈഡാക്കാൻ ഞാൻ ഓടിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ പോലെ മാലതി വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി. അതിനുശേഷം രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രഷ് ആകുന്ന സമയം അപ്പോൾ എന്താണ് ഗംഗേട്ടൻ്റെ പ്ലാൻ, ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യുമ്പം മടുത്തു പോകും, ഡ്രൈവറെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. നമ്മളിവിടെ പ്രൈവസി പോകില്ലടോ, അതുമാത്രമല്ല നമ്മൾക്ക് എത്ര ദിവസം കൊല്ലപ്പള്ളിയിൽ തങ്ങേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരെ കൊല്ലപ്പള്ളിക്കാണോ അതോ ഹോസ്പിറ്റലിലേക്കാണോ എന്ന് മാലതി ചോദിക്കുമ്പം ഹോസ്പിറ്റലിൽ ബാലചന്ദ്രൻ്റെ മൂഡ് എന്താണെന്ന് അറിയില്ലല്ലോ, അയാൾ മോശമായി ബിഹേവ് ചെയ്താൽ നമുക്കത് കുറച്ചിലാവില്ലേ എന്ന് ചോദിച്ചു. നമുക്ക് ആദ്യം കടപ്പാട്ടൂരിലോട്ട് പോകാം എന്നിങ്ങനെ ഗംഗേട്ടൻ പറഞ്ഞു. വൈജ ഹോസ്പിറ്റലല്ലേ ഉള്ളത്, അത് സാരമൊന്നുമില്ല, കടപ്പാട്ടൂർ ചെന്നിട്ട് നമുക്കവളെ വിളിക്കാം, അതിനു മുൻപ് സ്ഥിതിഗതികളൊക്കെ ഒന്ന് വിലയിരുത്തി നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞു. ആദ്യം വൈജയെ ബോധവൽക്കരിക്കണം, അവളുടെ എടുത്തുചാട്ടവും മുൻകോപവും തന്നിഷ്ടമാണ് ഇതിനെല്ലാം ആണിക്കല്ല്. അപ്പോൾ അവളെയും നിലയ്ക്ക് നിർത്താതെ പറ്റത്തില്ല എന്നും അവളിനി ബാലചന്ദ്രൻ്റെ അടുത്ത് അഹങ്കാരം കാണിച്ചാൽ അയാൾ അത് വകവെച്ച് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ബാലചന്ദ്രൻ നീലഗിരിക്ക് വന്ന കാര്യം വൈജയോട് സൂചിപ്പിക്കണമെന്ന് ചോദിക്കുമ്പം എല്ലാം അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കി സാഹചര്യത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാമെന്ന് ചേട്ടൻ പറഞ്ഞു. ശരിയെന്ന് ഭാര്യയെ സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി തിരിച്ച് പിന്നെ പോകാൻ നോക്കുന്നു. ഭർത്താവ് വണ്ടി ഓടിക്കുന്നു, ഭാര്യ സൈഡിലിരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബബിത അവിടെ ഇരുന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ചെറുക്കൻ വിളിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, വാ വേഗം വാ, ഇവിടെ ആരും ഇല്ല, നീ വാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സെർവൻറ്റ് മാത്രമേ ഉള്ളെന്നേ, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അലീന യാദർശികമായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ഈ സംസാരം കേൾക്കുക, നീ വന്നിട്ട് ഞാൻ ബാക്കിയൊക്കെ പറയാമെന്നൊക്കെ ബബിത പറഞ്ഞു. ഇതെല്ലാം അലീന അവിടെ നിന്ന് കേൾക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി എന്തോ കുനിട്ടാണെന്നുള്ളത്.
ആ ഓക്കേടാ സീടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൊബൈലിൽ കുത്തി ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് അങ്ങനെ ഇരിക്കുന്നു. അലീന നേരം ഈ ബബിതയുടെ അടുത്തേക്ക് വന്നു. ബബിത ഇങ്ങനെ അടിമുടി നോക്കുക കേട്ടോ, ഭയങ്കര സന്തോഷത്തിൽ മതിമറന്നിരിക്കുക ബബിത. അപ്പോൾ അലീനയെ കണ്ടു, പുച്ഛഭാവം. അലീനയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, മൊബൈലിൽ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അലീന നേരെ ബബിതയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ബബിത എന്താ ഇന്ന് കോളേജിൽ പോകാതിരുന്ന, ക്ലാസ് ഇല്ലേ ഇന്നെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് പോയില്ല എന്ന് ബബിത പറയുക. അപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാവത്തില്ലേ, അത് ഞാൻ മാനേജ് ചെയ്തോളാമെന്ന് ബബിത പറയുമ്പോൾ ഞാൻ കരുതിയത് ബബിത പോയി കാണുമെന്നാണെന്നും ഇപ്പോൾ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴാണ് മനസ്സിലായത് പോയിട്ടില്ല എന്ന് അലീന പറയുമ്പം എനിക്കിന്ന് നല്ല സുഖമില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തു പറ്റിയെന്ന് അലീന ചോദിക്കുമ്പോൾ എന്തിനാ ഇതൊക്കെ അറിയുന്നത് എന്നും ചോദിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണോ, അപ്പോൾ കുറച്ച് സ്വൈര്യം തന്നാൽ മതിയെന്ന് ബബിത പറയാം അലീനയോട്. ഇവളാൾ ഇതാന്ന് അലീനയ്ക്ക് മനസ്സിലായി. അലീന അവിടുന്ന് പോയി. പിന്നെയും സ്വപ്നലോകത്തിരിക്കുക ബബിതക്കുട്ടി. അപ്പോഴേക്കും ബബിതയുടെ വീട്ടിലേക്ക് നല്ല വെള്ള കണ്ണാടിയൊക്കെ വെച്ച് കൂട്ടുകാരൻ കയറി വരിക. കൂട്ടുകാരനെ കണ്ടപ്പോഴത്തേക്കും കൂട്ടുകാരി ഓടിച്ചെന്ന് വാതിലൊക്കെ തുറന്നു കൊടുത്തു. നീ അകത്തേക്ക് കയറി വാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി വീടിനകത്തേക്ക് വിളിച്ച് കയറ്റി. രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ വന്നിരുന്നപ്പോഴത്തേക്കും ചേട്ടനാണെങ്കിൽ ബബിതയുടെ കയ്യിലൊക്കെ പിടിച്ച് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ കയ്യിലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഭയങ്കര ലവബിളായിട്ട് രണ്ടുപേരും കൂടി ഇരിക്കുക. ആ സമയത്ത് അവൻ്റെ കാലയിലേക്ക് കാലങ്ങ് കയറ്റി വെച്ചു ബബിത. എന്നിട്ട് വീടൊന്നും തെറ്റിയില്ലല്ലോ, പരിസരബോധം ഒട്ടും ഇല്ലാണ്ട് രണ്ടുപേരും ഇരിക്കുക. അപ്പം ഞാൻ ഈ വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലൂടെ എത്ര തവണ പാസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴല്ലേ എന്ന് ബബിത ചോദിക്കുക. അപ്പോൾ വീട് കൊള്ളാം, സർവൻറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് ചോദിച്ചപ്പം മുത്തശ്ശി ഉണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതല്ല വേറെ ആരെങ്കിലും ഉണ്ടോയെന്നാണ് ചോദിച്ചത്. അപ്പോഴേക്കും അകത്തേക്ക് നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അലീന അത് വരുന്നു. അലീനയെ കണ്ടപ്പോഴത്തേക്കും അവൾ കാലൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഭയങ്കര ഇതായിട്ടിരിക്കുക. അപ്പോൾ ഇത് വരുന്നുണ്ട് ചാരവനിത എന്നും പറഞ്ഞുകൊണ്ട് ബബിത ഇങ്ങനെ പറയുക കേട്ടോ. ബബിത വന്നപ്പോഴത്തേക്കും നല്ല കുട്ടികളായിട്ട് നമ്മുടെ അലീന വന്നപ്പോഴത്തേക്കും രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഇവറ്റകളെ രണ്ടിനെയും കൂടെ കണ്ടപ്പോൾ അലീന ഞെട്ടിപ്പോയി. അലീന എന്നിട്ട് ചെന്നു, അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്, സുഖമായോ എന്നൊക്കെ ചോദിച്ചു ഒരു വിഷയമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരാൻ എന്താ കാരണം, ബബിതയുടെ അച്ഛൻ്റെ സ്ട്രോങ് മാൻ അല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ബബിത ആരാ ഇതെന്ന് അലീന ബബിതയോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു ബബിത. ഫ്രണ്ടിനെ കാണാനാണോ ഇന്ന് ക്ലാസ് കട്ട് ചെയ്തതെന്ന് അലീന ചോദിക്കാം. അപ്പോൾ അത് ചോദിക്കാം, നീ ആരാ, നീ പൊടി എന്ന് അലീനയോട് പറയണോ ബബിതയെ. ഇതുപോലെ തന്നെയാ രോഹിത്തും വന്ന് ഇവിടെ ഒരുത്തിയെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് അലീന പറയുമ്പം നീ അച്ഛനെ വിളിച്ചു പറ, അമ്മയോടും പറഞ്ഞോ, സ്പൈ വർക്കാണല്ലോ നിന്റെ മെയിൻ ഹോബി എന്നൊക്കെ ബബിത പറയുമ്പോൾ അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുക. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാ ചെറുക്കൻ ചോദിച്ചു. അപ്പോൾ അവൾ ചെന്ന് പറയട്ടെ, എനിക്ക് പുല്ലാണെന്നാണ് ബബിത പറഞ്ഞു. നീ എന്തിനാ വെറുതെ ഇനി ചൂടാവുന്നേ, അവൾ ചോദിച്ചപ്പം അത് ഇഗ്നോർ ചെയ്താൽ പോരെ, അവൾക്ക് ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ബബിത ചോദിക്കുക. അപ്പോഴത്തേക്കും പിന്നെ ചേട്ടൻ കെട്ടിപ്പിടിക്കലായി, വീണ്ടും ഉമ്മ വയ്ക്കലൊക്കെ ആയി, ഭയങ്കര ലവബിളായിട്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അലീന വാതിൽ തുറന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കുക. എന്നതാ മോളെ, എന്നാ വെച്ചേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അലീനയുടെ മുഖത്തൊക്കെ ഒരു ടെൻഷൻ മുത്തശ്ശിക്ക് മനസ്സിലായി. അലീന എന്നിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. ബബിതയെ കാണാൻ ഒരു ചെക്കൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ചെറുക്കനോ? അവളുടെ ഫ്രണ്ടാണെന്നൊക്കെ അവള് പറയുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്തപ്പോഴാണോ ഫ്രണ്ടിനെ വിളിച്ചു വരുത്തതെന്നതെന്ന് അലീന ചോദിച്ചു. അതിപ്പോൾ എന്ത് പാട്, നീ അവളെ ഇങ്ങ് വിളിച്ചേ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പം ഞാൻ വിളിച്ചാൽ അവൾ വരില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ അലീന. ഞാൻ വിളിക്കുന്നതെന്ന് പറയടി എന്ന് മുത്തശ്ശി ഇങ്ങനെ അലീനയോട് പറയുക. അപ്പോൾ അതനുസരിച്ച് അലീന ചെന്നിട്ട് ബബിതയോട് പറയാനായിട്ട് പോകുന്നു. എൻ്റെ ഭഗവാനേ, എന്നൊക്കെ കാണേണ്ടി വരുന്നു ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് പറഞ്ഞു മുത്തശ്ശി. അപ്പോഴത്തേക്ക് അലീന അങ്ങോട്ടേക്ക് ചെല്ലും. അപ്പോഴേക്കും അവൻ്റെ തോളയിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ് ബബിത. അവനാണെങ്കിൽ അവളുടെ വിരലൊക്കെ ഇങ്ങനെ എണ്ണിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അലീനയെ ഈ ചെറുക്കൻ കണ്ടു. പെട്ടെന്ന് ഇവൻ കൈയൊക്കെ മാറ്റി ഇരിക്കുന്നു. അപ്പോൾ നിന്നെ മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. എനിക്കതൊന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അലീന. അപ്പോൾ നീ ചെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞെന്ന് തന്നെ അലീന ഇവളോട് പറയുകയും ചെയ്തു. എനിക്ക് പറയേണ്ട കടമയുണ്ടെന്നും പറഞ്ഞു. പിന്നെ നീ ചെന്ന് പറഞ്ഞു കൊടുത്താലേ മുത്തശ്ശി എന്നെ മൂക്കിലോട്ട് അങ്ങ് വലിച്ചു കയറ്റുമല്ലേ എന്ന് ബബിത പറയുക. അപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അമലെ, ഞാൻ മുത്തശ്ശിയെ കണ്ടിട്ട് ഇപ്പോൾ വരാം കേട്ടോ എന്ന് പറഞ്ഞു ഭയങ്കര ഇതായിട്ട് ഇവള് മുത്തശ്ശിയെ കാണാൻ അങ്ങ് പോയി. മുത്തശ്ശിയെ കാണാൻ പോകുന്ന ബബിത അലീനയെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങ് പോകുന്നത്. അങ്ങനെ വാതിലിൻ്റെ അടുത്ത് ചെന്നിട്ട് പിന്നെയും തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമലാണെങ്കിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പതുക്കെ പോക്കറ്റിൽ നിന്ന് മൊബൈലൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അലീനയാണെങ്കിൽ ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി എന്നെ വിളിച്ചോ എന്ന് വാതിലിൽ ചോദിച്ചെന്ന് ബബിത ചോദിക്കുമ്പം വിളിച്ചു.
നിന്നെ കാണാൻ ഒരു ചെറുക്കം വന്നിട്ടുണ്ടെന്ന് അലീന പറഞ്ഞു. ആ വന്നിട്ടുണ്ടെന്ന് ഈ ബബിത പറയാം. അപ്പം എന്നാത്തിന് വന്നതാടി ബബിത മോളെ എന്ന് ചോദിക്കുമ്പം എന്നെ പെണ്ണ് കാണാൻ വന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മുത്തശ്ശിയോട് ചോദിക്കും ഈ ബബിത. ആ ആയിക്കോട്ടെ, എന്നാലും ഇത്ര ചെറുപ്പത്തിൽ ഇത് വേണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം എന്നാ വേണോന്നാ? അല്ല, ഈ വീട്ടിലോട്ടുള്ള വിളിച്ചു വരുത്തലും കൂടിക്കാഴ്ചയൊക്കെ ഇതൊക്കെ ശരിയാണോ എൻ്റെ ബബിത മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശിക്ക് തിന്നാനും കുടിക്കാനും കിട്ടുന്നില്ലേ? അത് കഴിച്ചിട്ട് മിണ്ടാതെ ഇവിടെ കിടന്നാൽ പോരെ, എന്തിനാ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് ബബിത ചോദിക്കാം. മോളെ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും ഇത് തിരുത്തി തരേണ്ടതെന്ന് ചോദിച്ചു. എന്നെ തിരുത്താനേ നിങ്ങൾ വരണ്ട, മുത്തശ്ശിയുടെ സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് ബബിത മുത്തശ്ശിയോട് പറയണം. ഇത് കേട്ട മുത്തശ്ശി അന്തം വിട്ട് നിൽക്കുക. ഇവിടെ ഇത്രയും തറതല പറഞ്ഞിട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ അലീന അവിടെ നിൽക്കുന്നു. അലീനെ തുറച്ചു നോക്കി നിൽക്കുമ്പോൾ നിന്റെ സൂക്കേട് തീർന്നോ എന്ന് ഈ ബബിത അലീനയോട് ചോദിച്ചു. ഇതും കേട്ട് മുത്തശ്ശി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അതും പറഞ്ഞ് ബബിത അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു. ബബിത അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് പുറത്ത് ചെന്ന് നിന്നിട്ട് ഭയങ്കര കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പം അവൾ പറഞ്ഞ വർത്താനം നീ കേട്ടില്ലേ വച്ചേന്ന് മുത്തശ്ശി ചോദിക്കുക അലീനയോട്. ആ അതെങ്ങനെ ശരിയാവാനാ, വൈജയെ കണ്ടല്ലേ പഠിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി അലീനയ്ക്ക് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല. അലീന പിന്നെയും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ ആ അമൽ നീ എഴുന്നേറ്റിക്ക് വന്നേ, എൻ്റെ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ബബിത അമലിനെയും വിളിച്ച് മുറിയിലേക്ക് പോകുന്നു. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് രക്തം തിളയ്ക്കാൻ തുടങ്ങി. അലീനയാണെങ്കിൽ ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ എവിടെയും നിൻ്റെ റൂമെന്ന് ചെറുപ്പം ചോദിച്ചു. അപ്പോൾ അപ്സ്റ്റെയറിൽ അബാന്നും പറഞ്ഞുകൊണ്ട് ഇവറ്റുകൾ രണ്ടും കൂടെ മുറിയിലേക്ക് കയറിപ്പോയി. അപ്പോൾ അലീന ഇവളെ വിളിച്ചു. നീ എങ്ങോട്ട് ഇയാളെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് ചോദിക്കും നീ ആരാണെന്ന് ചോദിക്കുമ്പം അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നേരത്തെ തന്നെ വേണോടി ഇതെന്ന് അലീന ഇവളോട് ചോദിക്കുക ഈ ബബിതയോട്. അച്ഛനെ കാണാൻ പോകാൻ അവൾക്ക് സമയമില്ല, ബോയ് ഫ്രണ്ടിനെ വിളിച്ച് വരുത്തി ബെഡ്റൂം കാണിക്കാനാണ് നിനക്ക് ഉത്സാഹം. എനിക്ക് തോന്നിയതുപോലെ ചെയ്യും. നീ ഈ വീട്ടിൽ ഞാനുള്ളപ്പം നടക്കില്ല, ഞാൻ പോയി കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞാൻ അറിയുന്നില്ലല്ലോ എന്ന് അലീന പറയുമ്പോൾ നീ എന്നെ തടയൂടി, അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് ബബിത ചോദിക്കുവാണ് അലീനയോട്. അന്നേരം ബബിതെ പറയുന്നത് കേൾക്ക്, ഞാൻ ഇപ്പം തന്നെ മനുവേട്ടനെ വിളിച്ച് വിവരം പറയും, മേഡത്തിനെ വിളിക്കുമെന്ന് അലീന പറയുമ്പോഴേക്കും നീ വാടാ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇവള് ബബിത കയ്യും പിടിച്ച് അവനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോണു. അങ്ങനെ ഇറങ്ങിപ്പോയി. അടുത്ത് എന്തൊക്കെ ഒപ്പിക്കാനാണോ തമ്പുരാനറിയാം. അങ്ങനെ രണ്ടുപേരും ബൈക്കിൽ ഇറങ്ങി അങ്ങ് പോയി. ഇത് നോക്കി അലീന ഇങ്ങനെ ആകെ നിസ്സഹായതയോടുകൂടി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യാൻ മോളേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പോയെന്ന് പറഞ്ഞു. എങ്ങോട്ട് പോയെന്ന് ആർക്കറിയാം, എനിക്കറിയില്ല, എന്നോടുള്ള വാശി തീർക്കാൻ പോയതല്ലേ, നീ ചോദിച്ചില്ലേ എവിടെ പോവാണെന്ന്. ബബിത അവരെയും വിളിച്ചുകൊണ്ട് മുകളിലെ റൂമിലേക്ക് പോവായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന്. ബബിതയുടെ മുറിയിലോട്ടോ? ആ അങ്ങോട്ട് തന്നെ, റൂം കാണിക്കാൻ കൊണ്ടുപോവാണെന്നാ പറഞ്ഞത്. റൂം കാണിച്ചിട്ട് അവൾക്ക് എന്ത് കിട്ടാനാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്നാ പറയാനാണെന്ന് നോക്കണേ, പെമ്പിള്ളേരുടെ ഒരു കാര്യമേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി. ഞാൻ സമ്മതിക്കില്ല എന്ന് അവൾക്ക് മനസ്സിലായി. ആ വാശിക്ക് അവൻ്റെ ബൈക്കിൽ കയറി ഒരൊറ്റ പോക്കായിരുന്നു എന്ന് പറഞ്ഞു. വളർത്തുദോഷം എന്നല്ലാണ്ട് ഇതിനൊക്കെ എന്നാ പറയാനാണെന്ന് മുത്തശ്ശി അന്നേരം ചോദിക്കാം. അന്നേരം തന്നെ ഞാൻ ഫോണിൽ വൈജയെ വിളിച്ച് പൊന്നുമോൾ ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ കയറി പോട്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാനില്ല മേഡത്തിൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ, അവൾ എവിടെയെങ്കിലും പോട്ടെ, നിനക്കെന്താ കാര്യം എന്ന് മുഖത്തടിച്ചതുപോലെ ചോദിക്കും എന്നോടെന്ന് പറയുമ്പോൾ നീ അവിടെ നമ്പർ എടുത്തോ, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന നമ്പർ എടുത്ത് കൊടുത്തു. വൈജയനെ മുത്തശ്ശി വിളിക്കുവാണ്. റിങ് ചെയ്യുന്നുണ്ട്. റിങ് ചെയ്തപ്പോൾ ബെല്ലടിച്ച് തീർന്നു, ഫോൺ എടുത്തില്ല. അപ്പോൾ അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ കൊച്ചേന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മുത്തശ്ശി, അവർ പോകാനുള്ളിടത്ത് പോകും, ചെയ്യാനുള്ളതൊക്കെ ചെയ്യും, നമുക്ക് ഇവിടെയല്ലേ തടയാൻ പറ്റത്തുള്ളൂ, പുറകെ നടന്ന് വിലക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്ന് അലീന പറയുമ്പം കൃഷ്ണമോള് പറഞ്ഞാൽ അലവലാതി ചെറുക്കനായിരിക്കും അവൻ അല്ലേ, ലക്ഷണമൊക്കെ നോക്കിയിട്ട് അത് തന്നെയാണെന്ന് പറഞ്ഞു നേരം അലീന. തെളിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ തെളിക്കുക, അങ്ങനെ ഒരു ചെല്ലുണ്ടല്ലോ, അന്നേരം പഠിച്ചോളൂ എന്നും പറഞ്ഞു മുത്തശ്ശി പറയുക. ഇവിടുന്ന് എത്രയും പെട്ടെന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എനിക്കെന്ന് അലീന പറഞ്ഞു. എന്നിട്ട് അലീന അവിടെ നിന്ന് പോയി. മുത്തശ്ശി ഇങ്ങനെ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവിടെ കിടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ അലീനയുടെ വീട്ടിലേക്ക് ഗംഗേട്ടനൊക്കെ വന്നു. അവർ വന്ന് കോളിംഗ് ബെല്ല് അടിച്ചു. അലീന അന്നേരം ജനലിലൂടെ നോക്കിയത് ആരാ വന്നേക്കുന്നതെന്ന് നോക്കുമ്പോൾ ഒരു ചേട്ടനും ചേച്ചിയും. ചേട്ടനാണെങ്കിൽ കോളിംഗ് ബെല്ല് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അലീന ചെന്ന് വാതിൽ തുറന്നു. അലീന ചെന്ന് വാതിൽ തുറന്നപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് വന്നു. അലീനയെ കണ്ടു. അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അലീനയ്ക്ക് ഒന്നും മനസ്സിലായില്ല ഇവരെ രണ്ടുപേരെയും. അപ്പോൾ അലീന ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരോടെ ഇവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.